ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കനക്കുമെന്നാണ്. അപർണ, വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത്. അതായത് ഇന്ന് 4 ജില്ലകൾക്ക് റെഡ് അലേർട്ട് ആണെങ്കിൽ നാളെ അത് 6 ജില്ലകൾക്ക് റെഡ് അലേർട്ട് ആകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വടക്കൻ കേരളത്തിൽ മാത്രമായിരുന്നു അതിതീവ്ര മഴ ഉണ്ടായിരുന്നത്. അതായത് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് മാത്രമായിരുന്നു അതിതീവ്ര മഴ മുന്നറിയിപ്പ് റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ നിലവിലെ സ്ഥിതി അങ്ങനെയല്ല. പത്തനംതിട്ട ജില്ലക്ക് ഇന്ന് റെഡ് അലേർട്ടാണ്, ഇടുക്കി ജില്ലക്ക് റെഡ് അലേർട്ടാണ്. നാളെ അത് എറണാകുളം, തൃശൂർ ജില്ലകൾക്ക് കൂടി റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ വരും ദിവസങ്ങളിലും അതിതീവ്ര മഴയായിരിക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അതിപ്പോൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതായാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു ന്യൂനമർദ്ദത്തിന്റെ ഫലമായി തന്നെ ഇത് കൂടുതൽ തീരം തൊടുന്നതോടുകൂടി മഴ ഇനിയും ശക്തമാകും. അതായത് നിലവിൽ ഇപ്പോൾ കേരളത്തിൽ മൺസൂൺ ആണ്, കാലവർഷം എത്തി. പക്ഷേ ആ കാലവർഷത്തിനൊപ്പം തന്നെ ഈ മൺസൂൺ കൊണ്ട്, ഈ ന്യൂനമർദ്ദം കൊണ്ട് രൂപപ്പെടുന്ന മഴ കൂടി ലഭിക്കുന്നുണ്ട്. ഇത് കൂടുതൽ തീരം തൊടുന്നതോടുകൂടി ഇനിയും മഴയുടെ ശക്തി കൂടും. അങ്ങനെ കാലവർഷ മഴയേക്കാൾ കൂടുതൽ കേരളത്തിൽ മഴയെത്തും. ഇതാണ് ഈ അതിതീവ്ര മഴയാവാൻ സാഹചര്യം. ഒപ്പം തന്നെ ഇത്തവണത്തെ മൺസൂൺ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നു, ഇത്തവണത്തെ മൺസൂണിന് നിരവധി പ്രത്യേകതകളുണ്ട്. സാധാരണഗതിയിൽ മൺസൂൺ എത്തി ആദ്യത്തെ ഒരാഴ്ച വളരെ കുറവ് മഴ മാത്രമാണ് ലഭിക്കാറ്. ജൂൺ പകുതിയോടുകൂടിയാണ് മഴ ശക്തമാവാറ്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. ആദ്യ ദിവസം മുതൽ, അതായത് ഇത്തവണ പതിവിലും നേരത്തെ 8 ദിവസം മുൻപേ മൺസൂൺ എത്തി. അന്ന് മുതൽ ശക്തമായ മഴ തന്നെയാണ് പ്രവചിക്കുന്നത്. ഒപ്പം ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുന്നു. ഇങ്ങനെയൊക്കെ ഇത്തവണത്തെ മൺസൂണിന് നിരവധി പ്രത്യേകതകളുണ്ട്. അങ്ങനെ മഴയുടെ ഒരു തോത്, ലഭിക്കുന്ന മഴയുടെ തോത് കൂടുതലാണ്. ദീർഘകാല ശരാശരിയുടെ 108% അധികം മഴയാണ് ഇത്തവണ പ്രവചിക്കുന്നത്. അങ്ങനെ വളരെയധികം മഴ ലഭിക്കുന്നു. അതും തീവ്ര മഴയായി തന്നെ, ശക്തമായ മഴയായി തന്നെ ലഭിക്കുന്നു. ഒപ്പം രാത്രികാലങ്ങളിൽ നേരത്തെ ശ്രീ രാജഗോപാലൻ കമ്മത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണ്. മഴ മാത്രമല്ല, ഒപ്പം ശക്തമായ കാറ്റ്, അതാണ് വലിയ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കുന്നത്. ഈ മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രതിഭാസങ്ങൾ അതല്ലാതെ ഈ മരങ്ങൾ കടപുഴകിയും മറ്റുമുണ്ടാകുന്ന അപകടങ്ങൾ, അതിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് ഈ ശക്തമായ കാറ്റാണ്. അത് രാത്രികാലങ്ങളിൽ കൂടുന്നു എന്നതാണ് സാഹചര്യം. നിലവിൽ ഇപ്പോൾ മെയ് 31 ദിവസങ്ങളിലായി, ജൂൺ 1 ദിവസങ്ങളിലായി മഴയുടെ ഒരു ശക്തി കുറയും എന്നതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ അതിനുശേഷം പിന്നീടും വീണ്ടും മഴയുടെ ശക്തി കൂടും. നിലവിൽ മെയ് 31 ഒക്കെ ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ ജൂൺ 1 ആകുമ്പോഴേക്കും ഈ മഴയുടെ ഒരു ശക്തി, അത് മധ്യ കേരളത്തിലൊക്കെ യെല്ലോ അലേർട്ടുകൾ മാത്രമാണ്, തെക്കൻ കേരളത്തിലൊക്കെ യെല്ലോ അലേർട്ടുകൾ മാത്രമാണ്. വടക്കൻ കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിലും റെഡ് അലേർട്ടുകളൊക്കെ മാറി ഓറഞ്ച് അലേർട്ടുകൾ ആവുന്നുണ്ട്. പക്ഷേ നിലവിൽ അതിതീവ്ര മഴ തന്നെയാണ്. ഇനി വരും ദിവസങ്ങളിലും ഇടയ്ക്ക് ഒന്ന് മഴ കുറഞ്ഞാൽ പോലും വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയുണ്ടാകും. മാത്രവുമല്ല, ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് ഇടയ്ക്ക് വെച്ച് മഴ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. വെയിൽ അനുഭവപ്പെട്ടേക്കാം. പക്ഷേ പെട്ടെന്നായിരിക്കും പിന്നീട് മഴ പെയ്യുക. അത് അതിതീവ്ര മഴയായി, വളരെ ശക്തിയുള്ള മഴയായി പെയ്യും. ഒപ്പം തന്നെ ലഭിക്കുന്ന മഴയുടെ അളവ് എന്നത് സാധാരണയേക്കാൾ വളരെ കൂടുതലായിരിക്കും. സാധാരണ ശരാശരിയേക്കാൾ വളരെ വലിയ കൂടുതലായാണ് നമുക്ക് മഴ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തീവ്ര മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നതും ഒപ്പം തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നതും. എന്തായാലും ഈ ന്യൂനമർദ്ദം അതുകൂടി എത്തുന്നു കാലവർഷത്തിനൊപ്പം എന്നതാണ് ഏറ്റവും വലിയ ഒരു ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം, ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ആഴ്ച ഈ അറബിക്കടലിലായിരുന്നു ന്യൂനമർദ്ദം രൂപം കൊണ്ടിരുന്നത്. അത് പിന്നീട് കൊങ്കൺ തീരം തൊട്ടു. ആ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴയാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടായത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയായിരുന്നു. രാവിലെ മുതൽ തന്നെ ഈ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കൊക്കെ അതിതീവ്ര മഴ, മുഴുവനായി റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇതാ ആ ഒരു ന്യൂനമർദ്ദം ശക്തി കുറഞ്ഞു എങ്കിൽ അടുത്തത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കൂടുതൽ തീവ്രമായിരിക്കുന്നു, അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുന്നു എന്നതാണ് സാഹചര്യം. ഇതിനി കര തൊടുന്നതോടുകൂടി കൂടുതൽ മഴ ശക്തമാകും. ഈ കാലവർഷ മഴയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നതാണ് സാഹചര്യം. മാത്രവുമല്ല, ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാറ്റ് ശക്തമാവുന്നതോടുകൂടി ഈ മരങ്ങൾ കടപുഴകി വീഴുകയും മറ്റ് വൈദ്യുതി ലൈനുകളുടെ കമ്പിയൊക്കെ പൊട്ടി വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. ഇങ്ങനെ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. മാത്രവുമല്ല,
താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടും. ഇത് ഗതാഗത തടസ്സമുണ്ടാക്കും. ഈ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഈ മലയോര മേഖലകളാണെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളാണെങ്കിലും അതീവ ജാഗ്രത പുലർത്തണം. ഒപ്പം തീരദേശ മേഖലകളിൽ ഇന്ന് ഇപ്പോൾ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലൊക്കെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഒപ്പം കള്ളക്കടൽ പ്രതിഭാസത്തിന്, ഉയർന്ന തിരമാലകൾക്കൊക്കെ സാധ്യതയുള്ളതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ഈ കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങളൊക്കെ ഇപ്പോൾ തന്നെ അതിനൊക്കെ നിയന്ത്രണമുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ നിയന്ത്രണം കൂടുതൽ ശക്തമാകും. അങ്ങനെ തീരദേശ മേഖലയിലും മലയോര മേഖലയിലും താഴ്ന്ന പ്രദേശങ്ങളിലുമൊക്കെ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രവുമല്ല, ഈ നിലവിലെ ഒരു സാഹചര്യ പ്രകാരം ഇന്ന് ഇപ്പോൾ 4 ജില്ലകൾക്ക് മാത്രമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് മാത്രമാണ് ഇന്ന് റെഡ് അലർട്ട് ഉള്ളത്. പക്ഷേ നാളത്തെ ഒരു സാഹചര്യം എടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ ജില്ലകൾക്ക് കൂടി വ്യാപിക്കുന്നു. പത്തനംതിട്ട, ഇടുക്കി, തൃശ്ശൂർ, എറണാകുളം ജില്ലകൾക്ക് കൂടി, ഒപ്പം തന്നെ കണ്ണൂർ, കാസർഗോഡ്, ഇങ്ങനെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒക്കെ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകുന്നു. ഒപ്പം മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലേർട്ടാണ് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യെല്ലോ അലേർട്ടുകൾ ആയിരുന്നു. ഞാൻ തിരികെ എത്താം ഷംന. ഇപ്പോൾ MG മിഥുൻ കൂട്ടിച്ചേർന്നു. മിഥുൻ,